ഈ ഒരു തോൽവി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാട്ടിൽ വീണ്ടും തോറ്റിരിക്കുകയാണ്, ന്യൂസിലാൻഡിനോട് തോറ്റു, അതും സ്വന്തം നാട്ടിലാണ് എന്ന് ഓർക്കണം. ഈ ഒരു അവസരത്തിൽ ഈ തോൽവിയെ എങ്ങനെ കാണുന്നു ഹാരിസ്? ആം, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റണ്ണിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ തോൽവിയാണ് നമ്മൾ വഴങ്ങുന്നത്. അവർ വൈറ്റ് വാഷിന് വിടാതെ ശരിക്കും ടെമ്പാവുമ്പോൾ നമ്മളെ നാണം കെടുത്താതിരുന്നപ്പോൾ അതിനേക്കാൾ വലിയൊരു നാണക്കേടാണ് നമ്മൾ യഥാർത്ഥത്തിൽ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഒരു കഴിഞ്ഞൊരു 7 ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യൻ സോയിലിൽ നമുക്ക് ഭയങ്കര ഡൊമിനൻസ് ഉണ്ട് എന്ന് നമ്മൾ ചരിത്രം പറഞ്ഞ് കരുതി പോന്നിരുന്ന ഇന്ത്യൻ സോയിലിൽ നമ്മൾ അതിൽ 5ലും തോൽക്കുന്നു, അതിൽ 2 വൈറ്റ് വാഷ് വഴങ്ങുന്നു എന്നുള്ളത് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച്, സെലക്ടർമാരെ സംബന്ധിച്ച്, അജിത് അഗാർക്കറെ സംബന്ധിച്ച്, BCCI സംബന്ധിച്ച് വലിയ ചോദ്യശരങ്ങൾ അവർ ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ളതാണെന്നാണ്. ഒരുപാട് റെക്കോർഡുകൾ പിറക്കുന്നു ഈ മത്സരത്തിന് ശേഷം. പിന്നെ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പ ബൗമിയെ സംബന്ധിച്ചിടത്തോളം 2020 ശേഷം 10-25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പിന്നെ ഇന്ത്യൻ മണ്ണിൽ അവരുടെ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റന്മാർക്കൊന്നും കാട്ടിക്കാത്തത് ടെമ്പ ബൗമ എന്ന മനുഷ്യനിലൂടെ പിന്നെ 12 മത്സരങ്ങളിൽ 11 അവർ വിജയിച്ചിരിക്കുന്നു ടെമ്പ ബൗമ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ. അതെ, ഈ ഗൗതം ഗംഭീറിന്റെ ടെൻഡർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ച 2 സീരീസുകൾ ഒന്ന് ബംഗ്ലാദേശിനെതിരെയും മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ്. പിന്നെ പറയാനുള്ളത് ഇംഗ്ലണ്ടിനെതിരെ അവരുടെ മണ്ണിൽ പോയി നമ്മളൊരു സമനില വഴങ്ങിയതാണ് ആകെ അദ്ദേഹത്തിന് പറയാനുള്ളത്. സെന രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം ഇതുവരെ മത്സരങ്ങൾ ജയിക്കുന്നില്ല, അവരോട് വല്ലാതെ ഇടങ്ങറാവുന്നു. വലിയ പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ, പിച്ചിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, ടീം 11ൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, ലൈനപ്പിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, ഇതൊക്കെ ഭയങ്കര ചർച്ചയാകാൻ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ അദ്ദേഹം മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വല്ലാതെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലീഷ് സീരീസിൽ മനോഹരമായി പെർഫോം ചെയ്തൊരു കോച്ചിനെ കുറിച്ചാണ് നിങ്ങളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം വൈകാരികമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ റെക്കോർഡുകൾ സംബന്ധിച്ചു കൊടുക്കുമ്പോഴും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ബിഗ് 0 എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്.